യെസ്, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ശ്രദ്ധേയ കോർപ്പറേഷൻ കൂടിയാണ് കൊച്ചി. നിശ്ചയമായും കഴിഞ്ഞ കുറി UDF കൈവിട്ടു പോയ കോർപ്പറേഷൻ ഇക്കുറി തിരിച്ചുപിടിക്കാൻ എല്ലാവിധ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് അവിടെ ഹൈബി ഈഡന്റെ നേതൃത്വത്തിൽ. എന്തായാലും നിലവിൽ കൊച്ചിയിലടക്കം തിരുവനന്തപുരത്തടക്കം മറ്റ് 7 ജില്ലകളിൽ ഈ സമയം പോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ തന്നെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വോട്ട് ചെയ്യാൻ എത്തിയത് നമുക്ക് കാണാം. VD സതീശൻ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഓൾറെഡി ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് സ്ക്രീനിന്റെ ഭാഗത്ത് കാണാം. അനുഭവം ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. 1975 ഫാറ്റിമ മാതാ നാഷണൽ കോളേജിൽ പ്രീ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിയായി ഞാൻ വന്നപ്പോൾ ആദ്യം ഇരുന്ന ക്ലാസ് മുറിയിൽ വെച്ചാണ് ഈ ഡിവിഷനിലേക്കുള്ള ആദ്യ വോട്ട് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായത്. ആ ഓർമ്മ ഞാൻ മാധ്യമ സുഹൃത്തുക്കളുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. സത്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ ഉത്സവമാണ്. കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും പഞ്ചായത്തുകളിലേക്കും ത്രിതല പഞ്ചായത്ത് സമിതികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് 10,000-കണക്കിന് സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്ന ജനകീയ ഉത്സവം, ലക്ഷക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന മഹത്തായ ഒരു സംരംഭം. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും ശക്തമായ നിലയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്നിട്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ. അപ്പോൾ ശരിക്കും ജനാധിപത്യത്തിൻ്റെ ഉത്സവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ജനകീയ ഉത്സവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മുനിസിപ്പൽ, കോർപ്പറേഷൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി നടക്കുന്നു എന്നറിയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ഇതര സംസ്ഥാനങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച്, കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചാണ്. കേരളത്തിൽ ഇത് മൂന്നും കൂടി ഒരുമിച്ച് ജനാധിപത്യത്തിന്റെ, പ്രത്യേകിച്ചും ബേസിക് ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള പ്രതികരണമാണ്. ഫാത്തിമ കോളേജിലെ ആദ്യ വോട്ടറാണ് NK പ്രേമേന്ദ്രൻ. ഓക്കെ, നമുക്കപ്പോ ഇനി റിപ്പോർട്ടേഴ്സിലേക്ക് പോകാം. തയ്യാറായി നിൽക്കുന്നുണ്ട് എല്ലാവരും. സുനിൽ ഐസക്കിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ, ഗുഡ് മോർണിംഗ്. സുനിൽ, ഏത് സ്റ്റേഷനിൽ, ഏത് ബൂത്തിന് മുന്നിലാണ് ഉള്ളത്? തിരുവനന്തപുരം ഏറ്റവും ആദ്യം പ്രചാരണം തുടങ്ങിയ ഒരു ഇടം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗ്ലാമർ ഫൈറ്റ് നടക്കുന്ന ഒരു ഇടം കൂടിയാണ്. പലതരത്തിലുള്ള വിവാദങ്ങൾ, വിമതശല്യങ്ങൾ, ശബരിനാഥിനെ പോലെയുള്ള ഒരാളുടെ സർപ്രൈസ് എൻട്രി. ആ നിലക്ക് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു മേഖല കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രത്യേകിച്ച്. അപ്പോൾ അവിടെ രാവിലെ തന്നെ ഈ പ്രചാരണ കാലത്ത് കണ്ട ആവേശത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ തുടക്കത്തിൽ, പോളിംഗിൻ്റെ തുടക്കത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ സുനിൽ? ഗുഡ് മോർണിംഗ് ജിൽസി, സൈഫു. 28-29 ദിവസം നീണ്ടുനിന്ന കാടടച്ചുള്ള പ്രചരണങ്ങൾക്കൊടുവിൽ ഇതാ കേരളത്തിലെ 7 ജില്ലകളിൽ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ഞാനുള്ളത് കവടിയാറിലാണ്. കവടിയാറിന് ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ സൈഫ് സൂചിപ്പിച്ച പോലെ ശബരിനാഥിൻ്റെ മണ്ഡലം കൂടിയാണ്, വാർഡ് കൂടിയാണിത്. അവിടുത്തെ 3, 4, 5, 6 വാർഡുകളാണ്, ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ആ ബൂത്തുകളുടെ മുന്നിലാണ് ഞാനുള്ളത്. ഇതാ നോക്കൂ, 2 ബൂത്തുകൾക്ക് മുന്നിലും രാവിലെ മുതൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട്, ആളുകളുടെ ക്യൂ ഉണ്ട്. ഏതാണ്ടൊരു 4, 5 ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിലവിൽ ശബരിനാഥ് അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം ഇവിടെ ഉണ്ട്. ഈ ബൂത്തിന് മറ്റൊരു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇവിടെയാണ് K മുരളീധരൻ, ഗവർണർ, ഒപ്പം അങ്ങനെ പ്രധാനപ്പെട്ട പല പ്രമുഖരും, രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു ബൂത്ത് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അങ്ങനെ ബൂത്തിൽ വോട്ട് ചെയ്ത ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക് മാത്രം വന്നാൽ തിരുവനന്തപുരത്ത് 90 തദ്ദേശ സ്ഥാപനങ്ങൾ, ആ 90 തദ്ദേശ സ്ഥാപനങ്ങൾ സുരേഷ് ഗോപി സംസാരിക്കുന്നു. സുനിലും ഞങ്ങളുടെ സ്പെക്യുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെ. വികസനോന്മുഖമായ പ്രചരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇലക്ഷൻ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തതാണ്. പക്ഷേ ജനങ്ങൾക്ക് ആ നോട്ടം വന്നിരിക്കുന്നു. ആ നിലയ്ക്ക് ഉറപ്പായിട്ടും മോദി സർക്കാരിൻ്റെ രാജ്യമെമ്പാടുമുള്ള, ഇനി രാജ്യത്തിന് പുറത്ത് തന്നെ ഭാരതത്തിന് ഇന്ന് ലഭിക്കുന്ന യശസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഉറപ്പായിട്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടാകും. കാരണം അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതൊന്ന്
ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിൻ്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുന്നതെന്ന ഒരു ചിത്രം, കൽപ്പന, സ്വപ്നം എല്ലാം ജനങ്ങളിലുണ്ട്. അത് സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയിൽ കേരളം എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടാണ്. പക്ഷേ ആ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്ര കാലാവസ്ഥയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് എണ്ണമോ അല്ലെങ്കിൽ ഉറപ്പിച്ച് നമ്മുടെ ആത്മവിശ്വാസമാണോ ആ ഉറപ്പാണ് പറയുന്നത്. പക്ഷെ ജനങ്ങൾ നിശ്ചയിക്കില്ല. തിരുവനന്തപുരം തിലകവണ്ടി എന്ന് പറയുന്നു. ആ തിലകത്തിന് കേവല ഭൂരിപക്ഷമാണോ നല്ല ഭൂരിപക്ഷമാണോ അത് ജനങ്ങളെന്ന് തീരുമാനിക്കും. ഞങ്ങൾക്ക് ആത്മവിശ്വാസം. മോദിയെ കൊണ്ടുവരും, ഒളിമ്പിക്സ് കൊണ്ടുവരും എന്നതൊക്കെ ഉള്ള ഒളിമ്പിക്സ് കേരളത്തിലല്ല കൊണ്ടുവരുന്നത്. കേരളത്തിലേക്ക് ഒരു ഇവന്റ് കിട്ടിയാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? അത് അങ്ങനെയാണ് ഒളിമ്പിക്സ് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത്. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറഞ്ഞത്? കേരളത്തിലൊരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധയിലുണ്ടോ? കൊല്ലത്തെ സ്റ്റേഡിയം കിടക്കുന്ന കിടപ്പെന്താണ്? ഇവിടെ ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ നടത്തിയ ഒരു കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ, ഒരു സീനിയർ അല്ല, എനിക്ക് തോന്നുന്നൊരു 32-35 വയസ്സുള്ള ഒരു വനിതയാണ് വന്നിരുന്ന് പറഞ്ഞത് സ്പോർട്സ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലിരുന്നുകൊണ്ടാണ് പറഞ്ഞത്. ലാക്കിങ്സ്. അപ്പോൾ അതിൽ നിന്ന് സർജ് വരേണ്ടത് ഭരണതലത്തിൽ തന്നെയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അവിടെ നടക്കുന്നതിന് ശേഷം ഉറപ്പായിട്ടും ട്രെയിനിങ്ങിനും പ്രാക്ടീസിനും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇതേ രാഷ്ട്രീയക്കാർ, വികസനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് അടുത്ത അവകാശിക്ക് അടുത്ത ദിവസം അത് ഒഴിച്ചിട്ട് കൊടുക്കുന്നില്ല? പക്ഷെ രാജ്യത്തിന് ഒരു ഒളിമ്പിക്സ് രാജ്യത്തിന് പോലും കിട്ടിയിട്ടില്ല എന്നതൊരു പ്രശ്നമല്ലേ? അങ്ങനല്ലേ? ഇനി അങ്ങോട്ടുള്ള രാജ്യങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടി? അങ്ങനെയാണോ? ഫിഫ ആയാലും ഓരോ രാജ്യങ്ങളും അവരുടെ കരുത്ത് വ്യക്തമാക്കി അറിയിക്കും, ഞങ്ങൾക്ക് ഇന്ന കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് ഒളിമ്പിക് അസോസിയേഷൻ ഇത് കൊടുക്കുന്നത്. ഇന്ത്യക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ്. കമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ആർക്കെങ്കിലും മുൻഗണനയുണ്ടെങ്കിൽ അവർക്ക് പോകും. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഇതൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. ഇതിൽ ശബരിമല ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങൾ, അതിലൊക്കെ മുകളിൽ വികസിത കേരളം, അതാണോ പ്രധാന? ഉറപ്പായിട്ടും ജനങ്ങൾക്കതേ ഉള്ളൂ. വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് വിശ്വാസികൾ നോക്കിക്കൊള്ളും. ആ വിശ്വാസികളുടെ കരുത്ത് വോട്ടിങ്ങിൽ വരും. മിസ്റ്റർ, മറ്റൊരു കാര്യം, താങ്കളുടെ ഒരു സഹപ്രവർത്തകനെ ഒരു കേസിൽ നിന്ന് ദിലീപിനെ ഇന്നലെ വെറുതെ വിട്ടിരുന്നു. സോറി, അത് കോടതി തീരുമാനിച്ചോളൂ. ഞാൻ 2017 ഇത് തന്നെയാണ് പറഞ്ഞത്. കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിച്ചു കഴിഞ്ഞു. കോടതി തീരുമാനിക്കട്ടെ. ആയിട്ടില്ലല്ലോ. അല്ല, തീരുമാനിച്ചു കഴിഞ്ഞു. ഫുൾ ഫൈനൽ വിധി വന്നിട്ടില്ലല്ലോ. ഫൈനൽ വിധി വന്നു. ഫൈനൽ വിധി വന്നിട്ടില്ല. വിധി പ്രഖ്യാപനം വരുന്നതിന് ഇനിയും നമ്മൾ 2 ദിവസം 12-ാം തീയതി വരെ കാത്തിരിക്കണം. അത് എന്ത് തന്നെയായാലും നമ്മളത് അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ലേ. ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ തന്നെ അങ്ങനെ ചില ഈ രാജ്യത്തെ ഉടയ്ക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ വാദമുഖങ്ങൾ ശബ്ദമായി ഉയരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെ പിന്തുണയ്ക്കാൻ പോകുന്നത്? സംവിധാനമല്ലേ നേരെ പോകുന്നത്. പോകട്ടെ. സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശാസ്തമംഗലത്തെ രാജ കേശവദാസ് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ് സതീഷ്